രാത്രിയിൽ പെട്ടെന്നായി ഒരു കോള് കേട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്നൊന്ന് ടെൻഷനായിട്ടോ. കാരണം പിറ്റേ ദിവസമാണെങ്കിൽ ഹർത്താലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യും? പുറത്ത് നല്ല കിടുക്കാച്ചി മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്കൊക്കെ തോന്നും ഒന്ന് പൊതച്ച് മൂടി ഉറങ്ങണമെന്ന്. പക്ഷെ രക്ഷയില്ല, അതൊക്കെ കല്യാണത്തിന് മുന്നൊക്കെ അല്ലേ നടക്കൂ. ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഹർത്താൽ ദിവസമായതുകൊണ്ട് എല്ലാവരും ലീവാണ്. പക്ഷേങ്കിൽ ഞങ്ങൾക്കിന്ന് രാത്രിയിൽ ഒരു കോള് വന്നിരുന്നു കേട്ടോ. ഉസ്താദിൻ്റെ ചിലവ് ഇന്നാന്നും പറഞ്ഞ്. അപ്പോൾ ഇന്നെന്തേലും തീരെ ഉറങ്ങാനും പറ്റൂല. അങ്ങനെ എണീച്ച് ഓരോരുത്തരായിട്ട് എണീറ്റൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കാലിച്ചായയും നല്ല മസാല ബന്നും മിക്സറൊക്കെ കൂട്ടിയിട്ട് എല്ലാവർക്കും ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ മോനിന്ന് ഹർത്താലാണെങ്കിലും മദ്രസ ഉണ്ടേന് കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ട് സുനിൽക്ക് പോകുന്നുണ്ടേ. അപ്പം ചായയും കുടിച്ച് അവനും പോയി. മഴ ഒന്ന് ചോർന്നിട്ടുണ്ടേന് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ ഉസ്താദിന് ചായ ഒക്കെ റെഡിയാക്കാമെന്ന് കരുതി. കാരണം രാത്രിയിൽ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിന്ന് ചായയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കടല പൊതിർത്തീന് കേട്ടോ. അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് അതിന് കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കടലക്കറി വെക്കുമ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇട്ടോ കേട്ടോ. ടേസ്റ്റും ഉണ്ടാവും, നല്ല കറിക്ക് നല്ല കട്ടിയും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് ചേർക്കേണ്ടതൊന്നും ആവശ്യമില്ല. അങ്ങനെ അതങ്ങനെ കുക്കറിലേക്ക് മാറ്റി വിസിൽ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പുട്ട് ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മില്ലിൽ പൊടിപ്പിച്ച പൊടിയുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് പൊന്നി അരിയില്ലേ അതുണ്ടേന് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചുടുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള പുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനത് മിക്സിയിലൊക്കെ പൊടിച്ച് പിന്നെ നമ്മൾ ഇവിടെ മില്ലിൽ നിന്ന് പൊടിപ്പിച്ച പുട്ടുപൊടി ഉണ്ടല്ലോ, അങ്ങനെ അതും കൂടി എടുത്തിട്ട് ഇനിയിപ്പോൾ രണ്ടും കൂടി ഒന്ന് കുഴച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ ഇതാ മോനെ പറഞ്ഞയച്ച് നോക്കുമ്പോൾ രാവിലത്തെ ഒരു കാലിച്ചായ കുടിച്ച കോളാട്ടോ ഈ ടേബിളുമ്പോൾ കാണുന്നത്. ഇത് ഇനി രാത്രി ഉറങ്ങുന്നവരെ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ഓരോ ചായൻ്റെതും ചോറിൻ്റെതും ഒക്കെ വരും. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആൾ കുറച്ച് കൂടുതലുള്ള വീടാകുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാക്കാൻ. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ട് റെഡിയാക്കിയിട്ടുണ്ടേനും. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, ഇവിടെ ഞങ്ങൾ വീട്ടിൽ ഇതൊരു ജോയിൻറ്റ് ഫാമിലി ആട്ടോ. ഒരു ഉമ്മയുണ്ട്, ഉമ്മാൻ്റെ 3 മക്കളുണ്ട്, അതിൽ 2 മക്കളെ മരുമക്കളുണ്ട്, മക്കളുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയുള്ളൊരു വലിയ കുടുംബം കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഓരോ പണി ഓരോരുത്തരും ഷെയർ ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ ഇതാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ടേനെ. അങ്ങനെ ഞാൻ വേഗം നമ്മൾ ഇല പറിച്ച് വന്നിട്ടുണ്ടേനെ കേട്ടോ. അപ്പം ഇലയിൽ പുട്ട് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ പുട്ടും കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. അപ്പോഴേക്കും മോൻ വരുമ്പോൾ നമ്മളെ മദ്രസയിൽ നിന്ന് പാത്രം കൊണ്ടുവന്നീന് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ നല്ല അടിപൊളി നല്ല ചിക്കൻ കറി പോലെ തന്നെ വെച്ച് കേട്ടോ നമ്മളെ കടലക്കറി. അങ്ങനെ ഇനി അതൊക്കെ ഒന്ന് ഞാൻ വേഗം ഒന്ന് പാക്ക് ചെയ്തെടുക്കട്ടെ. അങ്ങനെ പുട്ടും പൂളിയും കടലക്കറിയൊക്കെ വെച്ചിട്ടുള്ള ചായക്കടിയും അതേപോലെ തന്നെ പാൽ ചായ ഉണ്ടാക്കിന് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോൾ സുനിർക്ക് വേഗം മദ്രസയിലേക്ക് കൊടുത്തു. ഇപ്പോഴാട്ടോ ഞാൻ ഈ കാലിച്ചായ കുടിക്കുന്നത്. കാരണം രാവിലെ ഈ ചായ കൊടുത്ത് വിട്ടാലാണ് ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉസ്താദിന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി നല്ല ചായ ഉണ്ടേനെ കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കുടിച്ച് അപ്പം രാത്രിയിലേക്ക് വെള്ളാപ്പം ചുടണമെന്നുണ്ടേനെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം രാവിലെ തന്നെ വേഗം പച്ചരി അങ്ങ് പുതിർത്താമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ഇട്ടിട്ട് റെഡിയാക്കുമ്പോൾ ആ സമയത്തൊന്ന് അരച്ച് വെക്കാമല്ലോ. അങ്ങനെ ഞാൻ വേഗം തന്നെ പച്ചരി ഒന്ന് കുതിർത്തി വെക്കാമെന്ന് വരും. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹർത്താലായതുകൊണ്ട് പുരുഷന്മാരൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരും രാവിലെ തന്നെ അങ്ങ് പണിക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് ചായക്കും കാര്യമായിട്ടൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങളിതാ നല്ല തലേ ദിവസത്തെ മീൻകറിയും പുട്ടും കടലക്കറിയും പൂള വറുത്തിട്ടീന് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഇനിയിപ്പം ഓരോരുത്തരായിട്ട് ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഉമ്മയും സുനീർക്കയും കൂടിയും ചായ കുടിക്കുന്നുണ്ടേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചായയൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ചായ കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ തന്നെ കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അതേപോലെ തന്നെ ജനലിന്മേലും കുറേ കുപ്പിയും കാര്യങ്ങൾ കേട്ടോ. കുഞ്ഞു മക്കളുണ്ട്, അവരെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ അതൊന്ന് വേഗം ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി.
അങ്ങനെ നമ്മളിതാ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ. ഇതിൻ്റെ ഇടയിൽ അമ്മായി അടിച്ചു വാരി തുടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. നമ്മൾ ഒരാൾ ഒരു പണിയെടുക്കുമ്പോൾ മറ്റേ ആൾ അങ്ങനെ കാത്തു നിൽക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. മക്കളുള്ളതുകൊണ്ട് ചെറിയ മക്കളാട്ടോ, രണ്ടാളും 1.5 വയസ്സായ 2 മക്കളുണ്ട് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെയും മക്കൾ, എൻ്റെതും അമ്മായിൻ്റെയും. അങ്ങനെ ഇത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പയ്യോളി പോയപ്പോൾ വാങ്ങിയതാട്ടോ. ഈ ടീ ഗ്ലാസ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഭംഗി കണ്ടാൽ ഞങ്ങൾ വാങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ ഇതങ്ങനെ അങ്ങ് സെറ്റായിട്ടില്ല, കാരണം ഇതിൽ കുറച്ച് ചായയെ കൊള്ളൂ എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ കയ്യിൽ നിന്നൊക്കെ. കാരണം ഇവിടെ എല്ലാവർക്കും വലിയ ഗ്ലാസ്സിൽ ഒരുപാട് ചായ കുടിക്കുന്നതാട്ടോ ഇഷ്ടം. അപ്പോൾ ഗ്ലാസ് ചെറുതായാൽ ചായൻ്റെ മധുരത്തിൻ്റെയൊക്കെ അളവും കൂടിയും കുറയുമല്ലോ, അങ്ങനെ കരുതി വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സാദാ ചോറാട്ടോ വെക്കുന്നത്. സാധാരണ ഞങ്ങൾ നെയ്ച്ചോറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹർത്താലായതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ സാദാ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ സുനീർക്ക പോയിട്ട് കടലിൽ പോയിട്ട് തിക്കോടി ബീച്ചിലൊക്കെ പോയിന് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഏട്ടനെ പിടിക്കുന്നു, മൂപ്പർക്ക് മീൻ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന് ലീവ് കിട്ടിയാൽ വേഗം പോയിട്ട് ഏട്ടനൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏട്ടമൊക്കെ കൊണ്ടുവന്നീനെ. അങ്ങനെ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ഞാളൊന്നും കൂട്ടില്ല, ഉമ്മാക്കും ഉമ്മാമക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് പൊരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ റെഡിയായാലും കുറച്ച് മുട്ട ഉണ്ടേന് കേട്ടോ. അപ്പോൾ മുട്ടയും കൂടി ഓംലേറ്റ് അടിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഉസ്താദിന് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ ഒരു ഉസ്താദാട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമുക്ക് ആവുന്ന രീതിയിലാക്കാമെന്ന് കരുതി. കാരണം ഹർത്താലാണ്, പെട്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുഡൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ച് അവർ പോയേ. ആ സമയത്ത് ഒരു ചെറിയ വെയിൽ വന്നാലും പിന്നെ എല്ലാ വീട്ടിലെ പോലെ തന്നെ അലക്കാനൊക്കെ ഇട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമായാലും നല്ല എല്ലാവരും ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ നല്ല ഒരു പക്കവടയും കാര്യങ്ങളൊക്കെ ചുടുന്നുണ്ടേന് കേട്ടോ. ഒരു സൈഡിൽ നമ്മൾ രാത്രിക്ക് ഉസ്താദിന് വേണ്ടിയിട്ടുള്ള കറിയും കൂടി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതിലെ മുട്ടക്കറിയാണ്. നിങ്ങൾ ഈ രീതിയിലൊന്ന് മുട്ടക്കറി വെച്ച് നോക്കണം. നമ്മൾ ബട്ടർ ചിക്കനൊക്കെ വെക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തക്കാളി, നമ്മുടെ വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് നല്ല ജീരകം, പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ പക്കുവട റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ റെഡിയാക്കിയതല്ല കേട്ടോ. അപ്പോൾ സുനീർക്ക് അന്ന് ലീവാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ മൂപ്പര വകയാട്ടോ. നല്ല മഴ ഒക്കെ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമല്ലോ വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കറുമുറുവായിട്ടുള്ള പക്കുവട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ടായിനെ. അങ്ങനെ ഇതൊക്കെ വഴറ്റിയിട്ട് ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം പൊടീൻ്റെ മണമൊക്കെ മാറിയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. ഇനി ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളിതാ മിക്സിയിൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടില്ല, അതൊക്കെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അയ്യെ അരച്ച മിക്സ് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് കസൂരി മേത്തിയില്ലേ, അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടുന്നുള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ മല്ലിച്ചപ്പും ഇത് ഇട്ടാൽ മതി. പിന്നെ 2 പച്ചമുളക് ചീന്തിയതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയില്ലേ അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബട്ടർ ചിക്കൻ മാതിരിയുള്ള നമ്മളെ എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞില്ലേനോ വെള്ളാപ്പം ചൂടാന്നാണ്, പക്ഷെ വെള്ളാപ്പം പൊന്തോ ഇല്ലേന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് മാറ്റി പത്തിരി ആക്കിയിട്ടുണ്ടോ. പക്ഷേങ്കിൽ വെള്ളാപ്പത്തിനെക്കാട്ടി ഈ പത്തിരിക്കാണ് ഈ മുട്ടക്കറി അടിപൊളിയായിട്ട് തോന്നിയത്. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് കക്കിരി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഒക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയിൽ ഒരു ഉസ്താദേ ഉള്ളൂ, അപ്പം വീട്ടിലേക്ക് വരുന്നില്ല, പള്ളിയിലേക്ക് കൊടുത്തു വിടാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പത്തിരിയും അതേപോലെ തന്നെ മുട്ടക്കറിയും കക്കിരിയും ഒക്കെ വെച്ച് അതും റെഡിയാക്കി. പിന്നെ നല്ല ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കട്ടൻ ചായയും, കാരണം രാത്രി നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ. അങ്ങനെ കുറച്ച് ഫ്ലാസ്കിൽ കട്ടൻ ചായയും കൂടിയും റെഡിയാക്കിയിട്ട് അങ്ങനെ ഇതാ നമ്മളെ ഇന്നത്തെ ഉസ്താദിന് വേണ്ടിയിട്ടുള്ള രാത്രിയത്തെ ഭക്ഷണം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും കൊണ്ട് എല്ലാവരും പോയി. അനിയനാട്ടോ പോയത്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയം കേട്ടോ. മക്കളെയോട് രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സമയം മക്കളോട് ഒന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് രാത്രിയത്തെ ഫുഡും കഴിച്ചട്ടോ. അപ്പോൾ അവരത് കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം രാവിലെ വെള്ളാപ്പത്തിന് പോതിർത്തി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിപ്പോൾ ഞാൻ രാത്രിയിൽ അരച്ച് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ രാവിലത്തേക്ക് നമുക്ക് ചായൻ്റെ കടി അതാക്കാമെന്ന് കരുതി. കാരണം ഞാൻ നേരത്തെ അരച്ച് വെക്കാത്തത് വൈകുന്നേരം അത് റെഡി ആയിക്കില്ലെങ്കിൽ പിന്നെ പൊന്തിയൊന്നും വന്നില്ലെങ്കിൽ ഒരു
രസം ഉണ്ടാവുമല്ലോ നമ്മളെ വെള്ളപ്പം. ഇതാകുമ്പോൾ രാത്രിയിൽ അരച്ച് വെച്ച് എന്തെങ്കിലും രാവിലത്തേക്ക് നല്ല അടിപൊളിയായി പോകുന്നറിയാം. അപ്പോൾ ഞാനിതാ നമ്മളെ തേങ്ങയും പച്ചരിയും അതേപോലെ തന്നെ ഇത്തിരി ചോറൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിൽ അടുത്ത ലാസ്റ്റ് ട്രിപ്പ് അരക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാട്ടോ അരക്കുക. അപ്പം പിന്നെ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ വെള്ളപ്പം പൊങ്ങി വരുന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല, ഒരു ടെൻഷനും വേണ്ടല്ലോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ലാസ്റ്റ് ട്രിപ്പിനുള്ള അതും കൂടി ഒന്ന് അരച്ച് വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് നമ്മളെ അടുക്കള ഒന്ന് ഫ്രീ ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, കെട്ടിപ്പൂട്ടി ലൈറ്റൊക്കെ ഓഫാക്കി വേഗം പോയി കിടന്നുറങ്ങാം കേട്ടോ. കാരണം ഇപ്പം പോയി കിടക്കുന്നത് മാത്രമേ ഓർമ്മ ഉണ്ടാവും. കാരണം ഇന്ന് നല്ല അടിപൊളി പണിയുള്ള ദിവസമാണ് കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ഉണ്ടാവും, ലീവൊക്കെ ആണെങ്കിൽ അന്നത്തെ പണി തീരാത്ത പോലെ തോന്നും, ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ അടുക്കളൊക്കെ പൂട്ടി. ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, വീണ്ടും തുടങ്ങുക. അപ്പോൾ ഓക്കെ, ബൈ.